ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇയറിംഗ് ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വാക്സ് ഷീറ്റാണ്. നമുക്ക് OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഇത് ചെയ്യാം. ഞാൻ അതവിടെ ഒരു സർക്കിളിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് താഴെ ഞാനൊരു ഫ്ലവർ പോലെയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ കുന്തൻ ബീഡ്സാണ്, സെറാമിക് കുന്തൻ ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഞാൻ സെൻറ്ററിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിൻ്റെ 2mm ഒരു ചെറിയ കുന്തൻ ബീഡ്സ് വെച്ചു. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഒരു ഫ്ലവർ പോലെ ഐ ബീഡ്സ് ഞാൻ സെറാമിക്കിൻ്റെ തന്നെയാണ് അത് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ രണ്ട് സൈഡിലേക്ക് ആ സർക്കിളിൻ്റെ ഹാഫായിട്ട് ഞാൻ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വി ഷേപ്പിൽ നമ്മൾ വി പോലെ രണ്ട് സൈഡിലേക്ക് ഓരോ കുന്തൻ ബീഡ്സ്, ഓരോ ഐ ബീഡ്സ് വെച്ച് ആ രണ്ട് സൈഡും ഞാനങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാൻ ശ്രമിക്കണം. നോക്കിയേ, അപ്പോൾ ഞാനതൊരു സൈഡ് ഫിനിഷ് ചെയ്തു. അടുത്ത സൈഡും അതുപോലെ തന്നെയാണ്. പിന്നെ വാക്സ് ഷീറ്റ് ആകുമ്പോൾ നമ്മൾ ഗം പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറച്ച് ഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. OHP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഗം നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരും. നമ്മൾ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗമ്മ്. ഇത് ആ ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനത് രണ്ട് സൈഡും അങ്ങനെ ഫിനിഷ് ചെയ്തു. നോക്കിയേ, അതിനുശേഷം ആ ഫിനിഷ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും നന്നായി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗമ്മിലേക്ക് നന്നായി പേസ്റ്റായി കറക്റ്റായിട്ടിരിക്കും. ഒന്ന് ഇളകി എന്തെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഇരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്ത് ഒരു മൂണിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, ആ ഹാഫ് ബാക്കി കംപ്ലീറ്റ് ചെയ്തെടുത്ത് അത് 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2 ലെയറിലും ഓരോ ലെയറായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് രണ്ടും ഞാൻ ഒട്ടിച്ച് അതങ്ങ് ഫിനിഷ് ചെയ്ത്. നോക്കി, ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായില്ലേ. അതിനുശേഷം അതിൻ്റെ മേളിൽ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ 3 ഐ ബീഡ്സ് വെച്ചു. സെൻറ്ററിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ ബീഡ്സ്, റൗണ്ട് ഷേപ്പിലുള്ള മാറ്റ് സെറാമിക്കിൻ്റെ തന്നെ കുന്തൻ ബീഡ്സും വെച്ച് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കളറിൽ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, അത് ഏത് കളറിന് നമ്മുടെ ഈ സ്റ്റോൺ ചെയിനൊക്കെ നല്ല സ്യൂട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും ചെയ്യാൻ നല്ല ഭംഗിയാണ്. അതിനുശേഷം ഞാൻ മേളിലേക്ക് നമ്മുടെ ഇയർ സ്റ്റഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് സെയിം തന്നെയാണ്, സെൻറ്ററിലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സെറാമിക് കുന്തൻ ബീഡ്സ് വെച്ചു. അതിനുശേഷം ഐ ബീഡ്സും വെച്ചു. നോക്കി, നമ്മുടെ ഇയർ സ്റ്റഡും റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ വളരെ എളുപ്പമല്ലേ, എത്ര ടൈമാണ് എടുത്തത്. അപ്പോൾ ഇനി അടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന പോർഷൻസ് ഒന്ന് അതിനെയൊക്കെ നീറ്റാക്കി എടുക്കാൻ നമ്മൾ ലൈറ്റർ കൊണ്ടൊന്ന് ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ബാക്കി അറ്റാച്ച്മെൻറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ആ സ്റ്റഡിൻ്റെ പുറകിലത് അറ്റാച്ച് ചെയ്തു. നോക്കി, ജസ്റ്റ് ആ ഗ്ലൂ അപ്ലൈ ചെയ്തു, അതങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അടുത്ത് ഇത് 2 കണക്ടർ എടുത്തിട്ട് അത് തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് രണ്ടും ആ ഹോളിൻ്റെ ആ സൈഡിൽ കറക്റ്റായി നിൽക്കുന്ന രീതിയിലുള്ളത് കണക്ട് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് പരസ്പരം അത് നമ്മൾ കണക്ട് ചെയ്തു. നോക്കി, ഇതുപോലെ. അതിനുശേഷം ഇത് തമ്മിൽ പരസ്പരം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സെയിം ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂവിലൊന്നും മാറ്റമില്ല. ഗ്ലൂ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് പരസ്പരം അത് ഓരോന്നും വെച്ച് കൊടുക്കുക. ഇത് രണ്ടും വെച്ചിട്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്കിത് കണക്ട് ചെയ്താലും മതി. ഞാൻ ഒരുമിച്ചാണ് ചെയ്യാറ്, അതുകൊണ്ട് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിന് ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതിലങ്ങ് ചെയ്താൽ മതി. പിന്നെ അത് ജസ്റ്റ് നമ്മളതൊന്ന് ഒന്ന് പേസ്റ്റ് ആയതിനു ശേഷം അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇളകി വരും നമ്മുടെ കയ്യിലോട്ട് തന്നെയാണ്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. ആ ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്ത് മേളിൽ നമ്മുടെ പാച്ചസിൽ അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്തേക്ക് രണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. നോക്കിയേ, വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉരുക്കി കൊടുത്തത്. നേരത്തെ ഞാനത് എടുത്തത് കട്ടായി പോയി. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സൈഡിലൊക്കെ നിൽക്കുന്നൊന്ന് ഉരുക്കി മാറ്റി കൊടുക്കുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നോക്കിയേ, നല്ല ഭംഗിയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ചെയ്യാൻ ശ്രമിക്കുക. പുതുതായിട്ട് ചാനലിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.